everyone, welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ എവ്രിഡേ ലൈഫ് ഡിസ്കഷൻസ് എന്നുള്ള സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ സീരീസിൽ നമ്മൾ പല സിറ്റുവേഷനിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ പല സന്ദർഭത്തിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ചില സെൻറ്റൻസുകളും ഫ്രേസസും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പല സിറ്റുവേഷനിൽ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അതൊരു ഹോസ്പിറ്റലായിരിക്കാം, ബാങ്ക് ആയിരിക്കാം, അവിടെയൊക്കെ പോയി നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കും, നമ്മുടെ ആവശ്യങ്ങൾ എങ്ങനെ അവരോട് പറയും എന്നൊക്കെയാണ് നമ്മൾ ഈ സീരീസിലൊക്കെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിൻ്റെ വീഡിയോസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എവ്രിഡേ ഗ്രീറ്റിംഗ്സ് ആണ്. അതായത് നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് എങ്ങനെ അവരോട് സംസാരിക്കാം, എന്തൊക്കെ അവരോട് ചോദിക്കാം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ ഗ്രാമർ വൈസ് ഇന്ന് നമ്മൾ പഠിക്കുന്ന സെൻറ്റൻസുകളൊന്നും നോക്കരുത്. ഇന്ന് നമ്മൾ പഠിക്കുന്നതൊക്കെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ മാക്സിമം ട്രൈ ചെയ്യാം. കാരണം ഞാൻ അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ താങ്ക് യു എന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ മനസ്സിൽ അത്രയും ഉറപ്പായിട്ട് നമുക്ക് അപ്പം തന്നെ പറയാൻ പറ്റണ പോലെ ആവേണ്ട കുറച്ച് സെൻറ്റൻസുകളും കുറച്ച് ഫ്രേസസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മളൊരു സുഹൃത്തിനെ കണ്ടുമുട്ടുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓൺ ദി സ്പോട്ട് എല്ലാം പറയാൻ പറ്റണം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പോലെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് നമുക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ, നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് നമുക്ക് അവരെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കുറച്ച് സെൻറ്റൻസുകളും കുറച്ച് ഫ്രേസസ് ഒക്കെ നമുക്കിന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരാളെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും അവരെ ഗ്രീറ്റ് ചെയ്യുക. സാധാരണയായിട്ട് മിക്കവരും പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഹായ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹലോ എന്ന് പറയാം, അല്ലെങ്കിൽ ഹേ എന്നും പറയാം. ഇനി ഇത് തന്നെ ഒന്നുകൂടി ഇൻഫോർമൽ ആക്കണമെങ്കിൽ, ഇൻഫോർമൽ എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ, ക്ലോസ് ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്ക് എന്തും പറയാൻ ഒരു ഫ്രീഡം ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ ഇതൊന്നും കൂടി ഇൻഫോർമൽ ആക്കാം? നമ്മൾ ഒരു വാക്ക് ഉപയോഗിച്ചാൽ മതി. ദേർ എന്നുള്ളൊരു വാക്ക് ആഡ് ചെയ്താൽ മതി. നമുക്ക് പറയാം ഹായ് ദേർ, ഹലോ ദേർ, അല്ലെങ്കിൽ ഹേ ദേർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ. മനസ്സിലായോ? ഇനി ഒരു ഫോർമൽ സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടീച്ചറിനോട് പറയുന്നതാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ ബോസിനോട് പറയുന്നതാവാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ എങ്ങനെ ഗ്രീറ്റ് ചെയ്യുക? നമുക്ക് ഒന്നില്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് എന്ന് പറയാം. അപ്പോൾ ഇത് ഓരോ സമയം അനുസരിച്ച് മാറും. ഇപ്പോൾ ഗുഡ് മോർണിംഗ് നമ്മൾ എപ്പോഴാണ് പറയുക? രാവിലെ മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയും. അപ്പോൾ നമ്മൾ ഗുഡ് ആഫ്റ്റർനൂൺ എപ്പോഴാണ് പറയുക? ഉച്ചയ്ക്ക് ഒരു 12 തൊട്ട് ഒരു 5 ഒക്കെ വരെ നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ഇനി 5 o'clock ശേഷം രാത്രി 12 o'clock വരെ നമ്മൾ എന്താ പറയുക? ഗുഡ് ഈവനിങ് എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ടാണ്, അപ്പോൾ ഗുഡ് നൈറ്റ് എപ്പോഴാണ് പറയുക? അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് പറയില്ല. ഗുഡ് നൈറ്റ് നമ്മൾ പറയുക എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടു, നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു രാത്രി, അത് കഴിഞ്ഞ് ആ ഫ്രണ്ട് പോവാണ്, ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. ഓക്കെ, അല്ലാതെ നമ്മളൊരാളെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം തന്നെ ഗുഡ് നൈറ്റ് എന്ന് പറയാൻ പാടില്ല, ഒരിക്കലും അത് പാടില്ല. അത് ഈവൻ രാത്രി 11 മണി ആയാലും നമ്മൾ ഗുഡ് നൈറ്റ് എന്നല്ല പറയേണ്ടത്, ഗുഡ് ഈവനിങ് എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് പറയാം നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമുക്ക് ഗുഡ് നൈറ്റ്, ശുഭരാത്രി, നന്നായി ഉറങ്ങൂ എന്നുള്ള രീതിയിൽ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം. മനസ്സിലായോ? അപ്പോൾ സാധാരണ നമ്മൾ ഹായ്, ഹലോ, ഹേ എന്നൊക്കെ പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൗ ആർ യു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ആൻസർ ചെയ്യാൻ പറ്റുക? അപ്പോൾ എങ്ങനെയായിരിക്കും അവർ ചോദിക്കുക? ഹലോ, ഹൗ ആർ യു എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ആൻസർ ചെയ്യാൻ പറ്റുക? നമുക്ക് പറയാം ഐ എം ഫൈൻ, താങ്ക്സ്. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണോ, എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഹൗ ആർ യു എന്ന് ചോദിച്ചത്. അപ്പോൾ അതിന് ആൻസറായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഐ എം ഫൈൻ, ഞാൻ സുഖമായി ഇരിക്കുന്നു. താങ്ക്സ് എന്താണ് ഇവിടെ പറഞ്ഞത്? അവർ ചോദിച്ചതിന്, ആ ഒരു മാനേഴ്സിൽ അവർ നമ്മളോട് എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചതിന് നന്ദി എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ താങ്ക്സ് പറയുന്നത്. ഓക്കെ, ഐ എം ഫൈൻ, താങ്ക്സ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ എം ഗുഡ്, താങ്ക്സ്, ഞാൻ നന്നായിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഐ എം ഗുഡ്, താങ്ക്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, ഇതുവരെ നന്നായി പോകുന്നു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? സോ ഫാർ, ഇതുവരെ
സോ ഗുഡ്, സോ ഫാർ സോ ഗുഡ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാന്ന് വിചാരിക്കേ, ഒരുവിധം നന്നായി പോകുന്നു എന്നാണ് നമുക്ക് പറയേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? ഐ എം പ്രിറ്റി ഗുഡ് എന്ന് പറയും. ഇനി വലിയ കുഴപ്പമില്ല എന്നാണ് നമുക്ക് ആൻസർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയാ? നോട്ട് ബാഡ് എന്ന് നമ്മൾ പറയും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ആൻസർ ചെയ്താലും നമ്മൾ അതിൻ്റെ തൊട്ട് പിന്നാലെ നമ്മൾ അവരോട് ആ ഒരു മാനേഴ്സ് നമ്മൾ തിരിച്ചും കാണിക്കണം, അല്ലേ? അവർ നമ്മളോട് സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും തിരിച്ചത് അവരോട് ചോദിക്കണം. ഓക്കെ, അപ്പം നമ്മളോട് ചോദിച്ചു ഹൗ ആർ യു എന്ന് ചോദിച്ചു, അപ്പം നമ്മൾ അതിന് ആൻസർ ആയിട്ട് ഐ എം ഫൈൻ, താങ്ക്സ് എന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തൊട്ട് പിന്നാലെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് വാട്ട് അബൌട്ട് യു? നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖമാണോ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. വാട്ട് അബൌട്ട് യു? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ഹൗ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഐ ആം ഫൈൻ എന്നുള്ളതാണ് ഐ എം ഫൈൻ എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ആ ഒരു ലാംഗ്വേജിൽ ഫ്ലെക്സിബിൾ ആകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എങ്ങനെ പറയും? ഐ എം ഫൈൻ എന്ന് പറയും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ഇപ്പോഴേ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഐ ആം ഫൈൻ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പറയുമ്പോൾ ഹൗ ആർ യു? ഐ എം ഫൈൻ, താങ്ക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പം ചില സമയത്ത് നമ്മളോട് ഹൗ ആർ യു എന്നായിരിക്കില്ല നമ്മുടെ അടുത്ത് ചോദിക്കുക ഹൗ ആർ യു ഡൂയിങ് എന്നാവും. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ആൻസർ ഉണ്ട്. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഐ എം ഡൂയിങ് വെൽ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഐ എം ഡൂയിങ് വെൽ എന്ന് പറയാം. ഇനി നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഹായ് ഹലോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത് ചിലപ്പോൾ വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ അവിടെ ഐ എം ഫൈൻ എന്ന് പറയാൻ പാടില്ല. അപ്പോൾ വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം വരുന്നത് വാട്ട്സ് ഹാപ്പനിങ് എന്നാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താണ് ആൻസർ ചെയ്യാൻ പറ്റുക? നമ്മൾ അവിടെ ആ സമയത്ത് ഐ എം ഫൈൻ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നല്ല നമ്മൾ അവിടെ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് പറയാം പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം നത്തിങ് മച്ച് അല്ലെങ്കിൽ നോട്ട് മച്ച് എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് നമുക്ക് പറയാം. ഐ എം വെയിറ്റിംഗ് ഫോർ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം റീഡിങ് എ ബുക്ക്, ഞാനൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയാം. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് വന്ന് വാട്സാപ്പ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുക? നമുക്ക് പറയാൻ പറ്റും ജസ്റ്റ് ചില്ലിങ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? ഇങ്ങനെ പറയാം ജസ്റ്റ് ചില്ലിങ്, പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ റെസ്റ്റ് ചെയ്യണു എന്നുള്ള രീതിയിൽ ജസ്റ്റ് ചില്ലിങ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അവരോട് പറയാൻ പറ്റുക? നമ്മൾ എന്തായിരിക്കും അവരോട് പറയാം? നമ്മൾ ഒന്നില്ലെങ്കിൽ പറയും ഒന്ന് റിപ്പീറ്റ് ചെയ്യോ എന്ന് നമ്മൾ ചോദിക്കും, അല്ലേ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് ഒന്നില്ലെങ്കിൽ കം അഗെയിൻ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കം അഗെയിൻ എന്ന് നമ്മൾ വെറുതെ നിന്ന് കം അഗെയിൻ എന്ന് പറഞ്ഞാൽ അവർക്കും മനസ്സിലാവില്ല നമ്മൾ എന്താ പറയുന്നതെന്ന്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്പ്രഷനിലൂടെ കം അഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വരുന്നത്? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ എന്നാണ് അവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് പറയാം സേ ദാറ്റ് അഗെയിൻ എന്ന് പറയാം. ഒന്നുകൂടി പറയോ, ആ ഒരു കാര്യം ഒന്നുകൂടി പറയോ എന്നുള്ള രീതിയിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ് എന്ന് ചോദിക്കാം. നിങ്ങൾക്കത് റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നും കൂടി ആവർത്തിച്ച് പറയാൻ സാധിക്കുമോ എന്നാണ് പറയുന്നത്. കുഡ് യു റിപ്പീറ്റ് ദാറ്റ് പ്ലീസ്? അല്ലെങ്കിൽ നമുക്ക് പറയാം ക്യാൻ യു സേ ദാറ്റ് അഗെയിൻ പ്ലീസ്? നിങ്ങൾക്കത് ഒന്നും കൂടി പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ യു സേ ദാറ്റ് അഗെയിൻ പ്ലീസ് എന്ന് നമുക്ക് പറയാം. ഇനി ഇപ്പോൾ നമ്മളോട് ഓപ്പോസിറ്റ് നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ വളരെ കുറച്ച് വോളിയത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കില്ലേ വോളിയം ഒന്ന് ഇൻക്രീസ് ചെയ്യോ എന്ന് നമ്മൾ ചോദിക്കില്ലേ? അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? അപ്പം നമുക്ക് പറയാം സോറി. ഇവിടെ സോറി പറയുന്നത് അതൊരു മാനേഴ്സ് ആണ്. മനസ്സിലായോ? കുഡ് യു സ്പീക്ക് അപ്പ് പ്ലീസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് നിങ്ങളുടെ വോളിയം ഇൻക്രീസ് ചെയ്യൂ എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. കണ്ടോ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുക തന്നെ വേണം. ഓക്കെ, കുഡ് യു സ്പീക്ക് അപ്പ് പ്ലീസ് എന്ന് ചോദിക്കാം.
മനസ്സിലായോ? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ആൾ വളരെ സ്പീഡോട് കൂടിയാണ് സംസാരിക്കുന്നത്, ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അവരോട് പറയണം, നിങ്ങളുടെ സ്പീഡ് കുറയ്ക്കൂ, പറയുന്നത് വ്യക്തമല്ല എന്നുള്ളത് നമ്മൾ അവരെ അറിയിക്കണം. അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് എങ്ങനെ അവരോട് പറയാൻ പറ്റുക? നമുക്ക് പറയാം, സോറി, കുഡ് യു സ്പീക്ക് മോർ സ്ലോലി പ്ലീസ്. അപ്പൊ ഇവിടെ പറയാണ്, കുഡ് യു സ്പീക്ക്, നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ, എങ്ങനെ സംസാരിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. മോർ സ്ലോലി പ്ലീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എങ്ങനെയാണ് സംസാരിച്ചത് അതിനേലും കുറച്ചുകൂടി സ്പീഡ് കുറച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, സോറി, കുഡ് യു സ്പീക്ക് മോർ സ്ലോലി പ്ലീസ് എന്ന് നമുക്ക് ചോദിക്കാം. മനസ്സിലായോ? ഇനി നമ്മൾ നമ്മുടെ ഒരു സുഹൃത്തിനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ നമ്മൾ പറയില്ലേ, കുറേ നാളുകളായി കണ്ടിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അതൊക്കെ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമുക്ക് പറയാം, ഇറ്റ്സ് ബീൻ എ വൈൽ എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യാം. ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് വി ലാസ്റ്റ് മെറ്റ്. നമ്മുടെ സിൻസ് എന്നുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യുക മുതൽ എന്ന് പറയാനാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് കണ്ടത് മുതൽ ദേ ഇപ്പം ആവുന്ന വരെ ഒരുപാട് നാളായി എന്ന് പറയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനത്തെ ഇറ്റ്സ് ബീൻ എ വൈൽ എന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറയില്ലേ, കുറേ നാളുകളായി അവിടെ പോയിട്ട്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് ഐ വിസിറ്റഡ് ദി ഓൾഡ് ലൈബ്രറി. ഞാൻ പണ്ടത്തെ ലൈബ്രറിയിലേക്ക് പോയിട്ട് ഒരുപാട് നാളായി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് ഐ അറ്റൻഡഡ് എ ലൈവ് കോൺസേർട്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ അർത്ഥം വരുന്നത്? ഇറ്റ്സ് ബീൻ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളുകളായി, സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ. ഇവിടെ ബാക്കി പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണ് നമുക്ക് മനസ്സിലായത്? ഞാൻ അവസാനമായി ലൈവായി കോൺസേർട്ട് പങ്കെടുത്തത് ഒരുപാട് നാൾ മുൻപാണ്. അപ്പോൾ തൊട്ടതേ ഇപ്പം വരെ ആയപ്പോഴേക്കും എന്തായി, ഒരുപാട് നാളുകളായി എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കോൺസേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പബ്ലിക്കിന്, അതായത് ഓഡിയൻസിൻ്റെ മുന്നിൽ നമ്മൾ എന്തെങ്കിലും മ്യൂസിക്കൽ പെർഫോമൻസ് ചെയ്യുന്നതിനെയാണ് കോൺസേർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെ സിംഗർ പാട്ട് പാടാം, അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ പബ്ലിക്കിന് വേണ്ടി ഒരു മ്യൂസിക്കൽ പെർഫോമൻസിനെയാണ് ഇവിടെ കോൺസേർട്ട് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? നമുക്ക് ഒന്നും കൂടി ആ സെന്റൻസ് റിപ്പീറ്റ് ചെയ്യാം. ഇറ്റ്സ് ബീൻ എ വൈൽ സിൻസ് ഐ അറ്റൻഡഡ് എ ലൈവ് കോൺസേർട്ട് എന്ന് പറയാം. മനസ്സിലായോ? ഇനി നമുക്ക് പറയണമെന്ന് വിചാരിക്കേ, നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? നൈസ് ടു സീ യു എന്ന് പറയാം. അപ്പം അതിന് മറുപടി ആയിട്ട്, അതിന് റിപ്ലൈ ആയിട്ട് നമുക്ക് എന്താ പറയാൻ പറ്റുക? നൈസ് ടു സീ യു ടു എന്ന് പറയാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പറയാം, ഗുഡ് ടു സീ യു. അപ്പം അതിന് റിപ്ലൈ എന്ത് പറയും? ഗുഡ് ടു സീ യു ടു. നിങ്ങളെ കണ്ടതിൽ സന്തോഷം എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവസാനം വേണമെങ്കിൽ പറയാം, ഐ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു അഗെയിൻ. നിങ്ങളെ വീണ്ടും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. അതായത് ഇവിടെ ഹിയറിംഗ് ഫ്രം യു എന്നൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ ഹിയറിംഗ് ഫ്രം യു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കോള് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. മനസ്സിലായോ? ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു, അതായത് നിങ്ങൾ എന്നെ കോൾ ചെയ്യും എന്ന് ഞാൻ ഹോപ്പ്ഫുള്ളി വിചാരിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം വരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അതായത് ഇന്റർവ്യൂ നന്നായി ചെയ്തു, നമുക്ക് ആ ഒരു ജോബിൽ കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട്സിനോട് ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ പോകുമ്പോൾ എന്താ നമ്മൾ പറയാറ്? നമ്മൾ ഒന്നില്ലെങ്കിൽ ബൈ എന്ന് പറയാം, അല്ലെങ്കിൽ സീ യു സൂൺ എന്ന് പറയാം, സീ യു ലേറ്റർ എന്ന് പറയാം, ഇനി സീ യു അറൗണ്ട് എന്ന് പറയാം, ക്യാച്ച് യു ലേറ്റർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മളോട് ഒരാൾ വന്ന് ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ ചെയ്യുക? ഈസി അല്ല, നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പോൾ ആ ഒരു ആൻസർ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താലാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.